ദെൻ എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കുന്നു. എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കുകയാണ്. 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് അഭിമുഖീകരിച്ച കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഏത് നൂറ്റാണ്ടിലാണ്? 18-ാം നൂറ്റാണ്ടിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇത് തരണം ചെയ്യാൻ പുതിയ നികുതികൾ ചുമത്തേണ്ടത് വന്നു. സോ ഇതിനായിട്ട് നെക്കറുടെ നിർദ്ദേശപ്രകാരം ലൂയി 16 എന്താണ് ഫ്രഞ്ച് പാർലമെന്റ് ആയിട്ടുള്ള എസ്റ്റേറ്റ് ജനറൽ എന്താണ് വിളിച്ചു കൂട്ടി. ഓക്കെ, ഫ്രഞ്ച് പാർലമെന്റായിട്ടുള്ള എസ്റ്റേറ്റ് ജനറൽ എന്താണ് നെക്കറുടെ അഭിപ്രായ പ്രകാരം വിളിച്ചു കൂട്ടി. 175 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് വിളിച്ചു ചേർത്തത്. ഫ്രഞ്ച് സമൂഹത്തെ പോലെ എസ്റ്റേറ്റ് ജനറൽ എന്താണ് 3 വിഭാഗത്തിലായിരുന്നു ഇട്ടിട്ടുണ്ടാണ് ഫ്രഞ്ച് വിഭജിക്കപ്പെട്ടിരുന്നു. ഇത് 3 എസ്റ്റേറ്റുകളും പ്രത്യേകം ഹാളുകളിലാണ് സമ്മേളിച്ചിരുന്നത്. അപ്പോൾ ഫ്രഞ്ച് ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനം മാത്രമായിരുന്നു പുരോഹിതന്മാരെ. എത്രയെന്ന് നോക്കാം, 285 മെമ്പേഴ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. ഫ്രഞ്ച് സംഖ്യയിൽ ഏകദേശം 1,40,000 മാത്രമായിരുന്നു പ്രഭുക്കന്മാർക്ക്. അതായത് 308 അംഗങ്ങളായിരുന്നു പ്രഭുക്കന്മാർക്കും. ദെൻ ഭൂരിപക്ഷം ആർക്കായിരുന്നു കൂടുതലുണ്ടായിരുന്നത്? സാധാരണക്കാർക്കായിരുന്നു. 620 മെമ്പേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, 285-ഉം 308-ഉം 621-ഉം അത് ശ്രദ്ധിക്കണം. 1ഉം 2ഉം എസ്റ്റേറ്റിലെ അംഗത്വം പരമ്പരാഗതമായിരുന്നു. എന്നാൽ 3 എസ്റ്റേറ്റിലെ അംഗങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. ഓക്കെ, ഒരു സഭയ്ക്ക് ഒരു വോട്ട് എന്നതായിരുന്നു നിലനിന്നിരുന്നിട്ടുള്ള രീതി. ആദ്യത്തെ 2 സഭകളും ഇതിനെ പിന്തുണച്ചു. പക്ഷെ എന്താണ്, മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ 1ഉം 2ഉം എസ്റ്റേറ്റ് തമ്മിൽ കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് തന്നെയായിരിക്കുമല്ലോ വോട്ട് കിട്ടുന്നത്. സോ 3ആം എസ്റ്റേറ്റുകാരന് ഇതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. വിഭാഗങ്ങളുടെ ആവലാതികളും ആവശ്യങ്ങളും എത്തിച്ചേർന്നവരായിരുന്നു 3ആം എസ്റ്റേറ്റിലെ എല്ലാ പുതിയ പ്രതിനിധികളും. എന്നാൽ എന്താണ് ലൂയി 16 ഈ പ്രശ്നങ്ങൾ എന്താണ് യാതൊരു തരത്തിലുള്ള ഇതും വില കൊടുത്തില്ല. കാരണം അദ്ദേഹത്തിന് പാർലമെന്റിനെ കുറിച്ച് യാതൊരു ഐഡിയാസും ഉണ്ടായിരുന്നില്ല. ദെൻ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ഓക്കെ, എസ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടി. എസ്റ്റേറ്റ് ജനറലിനെ 3 ഘട്ടങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു. 1ഉം 2ഉം എസ്റ്റേറ്റിന് എന്താണ് ഓരോ 3 എസ്റ്റേറ്റിന് എന്താണ് ഓരോ വോട്ട് വീതമായിരുന്നു. പക്ഷെ എന്താണ് 1ഉം 2ഉം എസ്റ്റേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ജയിക്കും. സോ എന്ത് ചെയ്തു, ഇത് 3ആം എസ്റ്റേറ്റിലുള്ള ജനങ്ങൾ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്താണെന്ന് നോക്കാം. 3ആം എസ്റ്റേറ്റിന്റെ പ്രതിനിധികൾ 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് സാധിച്ചില്ല. ആദ്യത്തെ 2 സഭകളും ഇതിനോട് അനുകൂലിച്ചില്ല. സോ 1789 ജൂൺ 17-ാം തീയതി 3ആം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിന്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് 1789 17 ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ജൂൺ ടെന്നീസ് കോർട്ട്. ഓക്കെ, ജൂൺ 17 തീയതി 3ആം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിന്റെ യഥാർത്ഥ ജനപ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും പിന്നെ എന്താണ് ഈ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് വിളിക്കുകയും ചെയ്തു. ഉപരിസഭയുടെ പിന്തുണയോടെ ലൂയി 16 ഈ സഭ വിളിച്ച് സമ്മേളിച്ചിരുന്ന ഹാൾ അടച്ചിട്ടു. ഓക്കെ, പട്ടാളക്കാർ കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. ജൂൺ 20 റാങ് സിവിയർ ബെയ്ലി അബേസിയസും മിറാബോ തുടങ്ങിയ നേതൃത്വത്തിൽ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ 3ആം എസ്റ്റേറ്റിലെ ജനപ്രതിനിധികൾ സമ്മേളിച്ചു. ഒരു വ്യവസ്ഥാപിത ഭരണഘടന ഉണ്ടാക്കുന്നത് വരെ തങ്ങൾ പിരിഞ്ഞു പോകില്ലെന്നും പറഞ്ഞു. ഇത് പിൽക്കാലത്ത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നു. ഈ സംഭവമാണ് പാഠഭാഗത്തിന്റെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ദേശീയ സഭയുടെ ഈ സമ്മേളനം. ഓക്കെ, ടെന്നീസ് കോർട്ടിന് പറയുന്ന മറ്റൊരു പേരാണ് ദേശീയ സഭ. ഈ സമ്മേളനത്തിന് പിൽക്കാലത്ത് ചരിത്രത്തിൽ എന്താണ് ടെന്നീസ് കോർട്ട് എന്ന പേരിലും അറിയപ്പെടുന്നു. ദേശീയ സഭ ഈ സമ്മേളനമാണ് പിൽക്കാലത്ത് ഈ ദേശീയ സഭ ഈ സമ്മേളനമാണ് പിന്നീട് ടെന്നീസ് കോർട്ട് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ 1789 ജൂൺ 20 എന്നുള്ള ഡേറ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ടതുണ്ട്. ഫ്രഞ്ച് ദേശീയ സഭ രൂപീകരിച്ചത് 1789 ജൂൺ 17 തീയതിയും അതും നോക്കണം. ഫ്രഞ്ച് ദേശീയ സഭ. ഇതിൽ പറയുന്ന 3 ആൾക്കാരുടെ വ്യക്തികളുടെ മിറാബോണ നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. റാങ് സിവിയറും ബൈലി അബേസിയസും അതിനൊന്നും നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. ബൈലി അബേസിയസ് മിറാബോ ഇവരുടെ കീഴിലായിരുന്നു ടെന്നീസ് കോർട്ട് ആ പ്രതിജ്ഞ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒരു ഭരണഘടന കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല എന്ന് പറയുന്നു. നെക്സ്റ്റ് ടെന്നീസ് കോർട്ട് കഴിഞ്ഞു. ദെൻ ബാസ്റ്റിൽ ടെന്നീസ് കോർട്ടയും അതുപോലെ ബാസ്കറ്റ് ബോളും ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഫ്രഞ്ച് വിപ്ലവത്തിൽ നമുക്ക് ഓർത്ത് വെക്കാവുന്നതാണ്. ജൂൺ 20 കഴിഞ്ഞു. ദെൻ ടെന്നീസ് കോർട്ട് നോക്കാം. ടെന്നീസ് കോർട്ട് ലൂയി 16 രാജാവ് തൻ്റെ ഉപദേഷ്ടാവായിരുന്ന നെക്കറിനെ ഒഴിവാക്കുന്നു. പാരീസ് വിട്ടുപോകാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. സോ ഈ ഒരു വാർത്ത ജനക്കൂട്ടം ഏറ്റെടുത്തു. പാരീസ് നഗരങ്ങളും ധാന്യ സംഭരണശാലകളും റൊട്ടിക്കടകളൊക്കെ അവർ കയ്യേറി. കാരണം നെക്കറിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ജനങ്ങൾ. സോ എന്ത് ചെയ്യുന്നു, പിന്നീട് 1789 ജൂലൈ 14 തീയതി ബൂർബൻ സ്വേച്ഛാധിപത്യത്തിന്റെ പ്രതീകമായ പാരീസിലെ ബാസ്റ്റിൽ കോട്ട തകർക്കുകയാണ് ചെയ്യുന്നത്. മണിക്കൂർക്കകം പാരീസ് നഗരം തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. അപ്പോൾ നെക്കറിനെ ഒഴിവാക്കിയത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല.
സാധിച്ചില്ല. സോ എന്താണ്, ബാസ്റ്റിൽ കോട്ട തകർക്കുകയാണ് ജനങ്ങൾ ചെയ്തത്. ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച ഫ്രഞ്ച് സാമൂഹ്യ വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു. ഫ്രാൻസിന്റെ ഗ്രാമപ്രദേശങ്ങളിലും ആക്രമണം അരങ്ങേറി. നികുതി പിരിവുകളും ജനങ്ങളുടെ കോപത്തിനിരയായി. ജനരോക്ഷം ഭയന്ന ലൂയി 16 ദേശീയ സഭ പാസാക്കിയ നിയമങ്ങൾ എന്താണ്, അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ദേശീയ സഭ ചോദിച്ചിട്ടുണ്ടായിരിക്കുക അവരുടെ അടുത്ത്? അടിമത്തം നിർത്തലാക്കണം, പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തുകളയണം, ജനങ്ങൾക്ക് കത്തോലിക്ക സഭയ്ക്ക് നൽകേണ്ടിയിരുന്ന കരം നിർത്തലാക്കണം, അധികമായിട്ട് ചുമത്തുന്ന നികുതികൾ എന്താണ്, റദ്ദാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, അടിമത്തം നിർത്തലാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രഭുക്കളുടെ പ്രത്യേക അധികാരങ്ങൾ എടുത്തു കളയണം, ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് നൽകിയിരുന്ന കരം എന്താണ്, നിർത്തലാക്കി, അധികമായി ചുമത്തുന്ന നികുതികൾ എന്താണ്, റദ്ദാക്കുകയാണ് ചെയ്യുന്നത്. ദെൻ സ്ത്രീകളും ഫ്രഞ്ച് വിപ്ലവത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, റൊട്ടി വേണം എന്ന് ഞങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ, കേക്ക് തിന്നൂടെ, റൊട്ടി ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കണം അല്ലേ, മേരി ആൻറ്റോണിയേറ്റ്. സോ എന്താണ്, ഭക്ഷ്യക്ഷാമം ദേശീയ സഭയോട് സഹകരിക്കാത്ത ലൂയി 16 നയങ്ങളും സ്ത്രീകളെ എന്താണ്, പ്രക്ഷോഭത്തിലേക്ക് ഇറക്കി. ഓക്കെ, ബൂർബൻ രാജവംശക്കാരുടെ എതിരായിട്ട് വേഴ്സായി കൊട്ടാരത്തിലേക്കാണ് ഇവർ മാർച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. നിത്യോപ സാമഗ്രികളും വാളും കുന്തം തോക്കൊക്കെ ആയിട്ടാണ് ഈ സ്ത്രീകളും എന്താണ് ഇതിലേക്ക് ഇറങ്ങിയത്. പിന്നെ ഒളിമ്പ് ദേ ഗൂഷ് വിപ്ലവകാലത്ത് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വായിച്ച ഉറച്ച സ്ത്രീ ശബ്ദമായിരുന്നു ഒളിമ്പിക് ദേ ഗൂഷ്. ഓക്കെ, സ്ത്രീയുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം എന്ന പ്രസിദ്ധ ഗ്രന്ഥമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എന്താണ്, ഒളിമ്പിക് ദേ ഗൂഷ് വിപ്ലവകാല സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വായിച്ച ഉറച്ച സ്ത്രീ ശബ്ദമായിരുന്നു. ഓക്കെ, എന്താണ്, അവരൊരു ലേഡിയാണ്, അവരുടെ ഒരു പുസ്തകം പറയുന്നത് സ്ത്രീയുടെയും സ്ത്രീ പൗരരുടെയും അവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ. ഓക്കെ, ഇതന്നെ അതിൽ പറയുന്നുള്ളൂ. പിന്നെ എന്താണ്, സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിച്ച മറ്റൊരു വനിതയായിരുന്നത് മാഡം റാങ് റോളണ്ട്. ഓക്കെ, ഇതും അതിൽ പറയുന്നുണ്ട്. പിന്നെ ഒരു വസ്ത്രപ്രതിഷേധത്തിൻ്റെ കാര്യം ഇവർ പറയുന്നുണ്ട്, വസ്ത്രപ്രതിഷേധം. അപ്പോൾ ഈ ഫ്രാൻസിലെ ഉന്നത കുലജാത പരമ്പരാഗതമായിട്ട് കാൽമുട്ട് വരെയുള്ള ഇറക്കമുള്ള ബ്രീച്ചുകൾ എന്നറിയപ്പെടുന്ന ഒരുതരം പാൻസാണ് ഉപയോഗിച്ചിരുന്നത്. ദെൻ ഇവർക്കെതിരായിട്ട് തൊഴിലാളികളും കർഷകരും കാൽപാദം വരെ എത്തുന്ന പാൻറ്റലോൺ എന്നറിയപ്പെടുന്ന നീളൻ ട്രൗസറുകൾ ധരിക്കാനായിട്ട് തുടങ്ങി. ഇവർ ട്രാൻസ്കുലോട്ടുകൾ എന്നറിയപ്പെട്ടു. ഓക്കെ, ട്രാൻസ്കുലോട്ട് ദമ്പതികൾ ചിത്രമാണ് തന്നിട്ടുള്ളത്. വിപ്ലവാനുകൂലികളുടെ പ്രതീകമായ പാൻറ്റലോൺ മാറി കൂടുതൽ ആളുകൾ പാൻറ്റലോൺ ധരിക്കാൻ തുടങ്ങി. ഓക്കെ, ഇതോടെ എന്താണ്, വിപ്ലവം ജനകീയമായിട്ട് മാറാൻ തുടങ്ങി. പിന്നെ ഫ്രീജിയൻ തൊപ്പി വിപ്ലവത്തിൻ്റെ പ്രതീകമായിട്ട് കണക്കാക്കുന്നുണ്ട്. അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ എന്താണ് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൊഴിലാളികൾ ചുവപ്പു നിറത്തിലുള്ള ഫ്രീജിയൻ തൊപ്പി ധരിച്ചത്. അപ്പോൾ പുതിയ ഭരണഘടന വരുന്നു. സ്വതന്ത്രരും അവകാശം തുല്യരുമായിട്ടാണ് മനുഷ്യൻ ജനിക്കുന്നതും ജീവിക്കുന്നതും. ദേശീയ സഭ ഫ്രാൻസിന് തയ്യാറാക്കിയ ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭരണഘടന ആമുഖത്തിലുള്ള ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന ഫലമാണ്. 1789 ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുതിയ ഭരണഘടന വരുന്നു അല്ലേ. അപ്പോൾ എന്താണ്, ബാസ്റ്റിൽ കോട്ട തകർക്കുന്നു, ലൂയി 16 കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കുറച്ച് അവകാശങ്ങളൊക്കെ നേടിക്കൊടുക്കുന്നു. എന്താണ്, മനുഷ്യാവകാശ പ്രഖ്യാപനം വരുന്നു. അപ്പോൾ സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളുടെ മേൽ സ്വതന്ത്രനായി ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ സ്വാഭാവികം അവിഭാജ്യവുമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ പരമാധികാരം രാഷ്ട്രത്തിൽ കൂടിക്കൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത്. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങൾ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു അല്ലേ. ഫ്രഞ്ച് ദേശീയ സഭ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. സോ അവയിൽ പ്രധാനപ്പെട്ടത് എന്താണെന്ന് നോക്കാം. രാജ്യത്താകമാനം എന്താണ്, ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി. അസൈനാറ്റ് എന്ന പേര് പുതിയ കടലാസ് കറൻസി ഇമ്പോർട്ടൻ്റ് ആണ്. അസൈനാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ കറൻസി എവിടെയാണ് വരുന്നത്? കടലാസ് കറൻസി പുറത്തിറക്കിയത് ഫ്രാൻസിലാണ്. മതമേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്നു. സ്വത്തുക്കൾ കണ്ടുകെട്ടി. പൂർണ്ണമായ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. പുരോഹിതർ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്നവരായിട്ട് മാറി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത് കേട്ടോ. ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും. 1792 ദേശീയ സഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണ സമിതി നിലവിൽ വന്നു അല്ലേ. അപ്പോൾ നമ്മൾ ടെന്നീസ് കോർട്ട് കഴിഞ്ഞപ്പോൾ ദേശീയ സഭ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭരണസമിതി വന്നു. അതിനുശേഷം 1792 എന്താണ് ഉണ്ടായത്? പുതിയൊരു ഭരണസമിതി നിലവിൽ വന്നു. അത് ഏതാണ്? നാഷണൽ കൺവെൻഷൻ. എന്താണ് നാഷണൽ കൺവെൻഷൻ? പിന്നീട് ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ലൂയി 16 വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഒരു റിപ്പബ്ലിക്കായി മാറിയ ഫ്രാൻസിന്റെ ഭരണനേതൃത്വം ജാക്കോബിനുകൾ പിടിച്ചെടുത്തു. യൂറോപ്പിലെ പ്രബല ശക്തികളായിരുന്ന ബ്രിട്ടനും ഓസ്ട്രിയയും റഷ്യയും ഫ്രാൻസിനെ ആക്രമിച്ചപ്പോൾ
വിശേഷം നേരിടേണ്ടതിന് വേണ്ടിയിട്ട് എന്താണ് പൊതുസുരക്ഷാ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി രൂപീകരിച്ചു. അപ്പോൾ പൊതുസുരക്ഷാ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പൊതുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. എന്താണ് റോബസ്പിയറുടെ കീഴിൽ. അപ്പോൾ അതിൽ ആരൊക്കെയാണ് നോക്കാം. പാരീസ് നഗരത്തിൻ്റെ ഭരണം ടാൻഡൻ, ഹെബർട്ട്, മരാട്ട്, റോബസ്പിയർ എന്നിവരുടെ കൈകളായിട്ടാണ് മാറിയത്. അപ്പോൾ ടാൻഡന്, മരാട്ട്, റോബസ്പിയർ, ഹെബർട്ട് ഈ വ്യക്തികളുടെ പേര് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. പ്രഭുക്കന്മാരെ, പുരോഹിത, രാജാനെ അനുകൂലിക്കുന്ന എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ ദിനംപ്രതി രാജദ്രോഹികൾ ഗില്ലറ്റിൻ വെച്ചിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത്. ഏകദേശം 1500 പേരേനെ കൊന്നിട്ടുണ്ട്. ഈ കുപ്രസിദ്ധമായിട്ടുള്ള ഇതിനാണ് നമ്മൾ പറയുന്നത് സെപ്റ്റംബർ കൂട്ടക്കൊല അന്ന് അറിയപ്പെടുന്നത്. ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടിയാണ് ഗില്ലറ്റിൻ, റോബസ്പിയർ ആണ് ഇത് സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ലാസ്റ്റ് റോബസ്പിയറും ഇത് വെച്ചിട്ട് കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. മേരി ആന്റോനൈറ്റും ലൂയി 16 ഇവർ ഇത് വെച്ചിട്ട് വധിക്കുകയാണ് ഉണ്ടായത്. പിന്നെ ജാക്കോബിനുകളും ജിറോണ്ടികളും. അപ്പോൾ ജാക്കോബിൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ, റോബസ്പിയറുടെ കീഴിലുള്ളതാണ്. പിന്നെന്താണ് ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക വിഭാഗമായിരുന്നു ജാക്കോബിൻ. ജാക്കോബിൻ കോൺവെന്റിലാണ് ഇവർ ആദ്യകാലത്ത് യോഗം ചേരുന്നത്. അതിനാണ് ഇവർ ജാക്കോബിനുകൾ എന്നറിയപ്പെടുന്നത്. ഈ സംഘത്തിന്റെ ഒരു പ്രധാന നേതാവായിരുന്നു റോബസ്പിയർ. അക്കാലത്ത് ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്ത മറ്റൊരു പ്രധാന വിഭാഗമായിരുന്നു ജിറോണ്ടിസ്റ്റുകൾ. ഫ്രാൻസിന്റെ തെക്ക് പടിഞ്ഞാറുള്ള ജിറോൺ പ്രദേശത്ത് നിന്നും വന്നതായിരുന്നു. ദേശീയ അസംബ്ലിയിൽ അംഗങ്ങളായിരുന്നു ഇവരിൽ ചിലർ. ജാക്കോബിനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇവർ നിലപാടുകൾ സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ജിറോണ്ടിസ്റ്റുകളും ജാക്കോബിനുകളും എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റോബസ്പിയറിനെയും അദ്ദേഹത്തിന്റെ ഹെർബർട്ട്, മരാട്ട്, ടാൻഡൻ എന്നിവരെയും നമ്മൾ നോട്ട് ചെയ്തിട്ട് വെക്കേണ്ടതുണ്ട്. പറയുന്നുണ്ട് ഇവിടെ ഒരു വിപ്ലവ കലണ്ടറും വെച്ചാൽ മതി. പിന്നെ ഗില്ലറ്റിൻ പറയുന്നുണ്ട്. ഈ ഫ്രഞ്ച് വിപ്ലവകാലത്ത് കൂടുതൽ പേരെ ശിരച്ഛേദം ചെയ്ത് വധിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാണ് ഗില്ലറ്റിൻ. ഈ ആശയം നിർദ്ദേശിച്ച ഡോക്ടർ ജോഫ് ഇഗ്നാസ് ഗില്ലോട്ടിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. എന്താണ് ഡോക്ടർ ജോസഫ് ഇഗ്നാസ് ഗില്ലോട്ട്. ലൂയി 16 അദ്ദേഹത്തിന്റെ ഭാര്യനൊക്കെ കൊന്നതൊക്കെ ഈ സമയത്തായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു ദേശീയ സഭ വന്നു. അതിനുശേഷം നാഷണൽ കൺവെൻഷൻ ആരുടെ കീഴിൽ വന്നു? റോബസ്പിയറുടെ കീഴിൽ. പിന്നെയും എന്താണ് പുതിയ ഭരണഘടന വരികയാണ് ചെയ്തത്. കാരണം റോബസ്പിയറുടെ ഭരണം അത്ര നല്ല ഭരണമായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം പുതിയൊരു ഭരണഘടന വീണ്ടും വരുന്നു. ഭീകരവാഴ്ച അവസാനിച്ചതിന് ശേഷം 1795 ഫ്രാൻസിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. ഇത് പ്രകാരം 5 അംഗങ്ങൾ അടങ്ങിയ ഒരു സമിതിയാണ് ഇതിലുണ്ടായിരുന്നത്. ഈ ഭരണസമിതി ഡയറക്ടറി എന്നറിയപ്പെട്ടു. അപ്പോൾ 3 തരത്തിലുള്ള ഭരണസമിതി വന്നു നമ്മൾ മനസ്സിലാക്കണം. ദേശീയ സഭ, ദേശീയ കൺവെൻഷൻ, ഡയറക്ടറി. 5 അംഗ സംഘങ്ങളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. പിന്നെന്താണ് ഇതും അഴിമതിയും കാര്യങ്ങളായിട്ട് വരുന്നു. ഭയങ്കരമായിട്ട് മോശാവസ്ഥയിലേക്ക് ഫ്രാൻസ് പോകുന്നത്. പിന്നെ ലാസ്റ്റ് പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അനന്തര ഫലങ്ങൾ എന്താണെന്ന് നോക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഫലം ഫ്രാൻസിലെ ഫ്യൂഡലിസം മൊത്തത്തിൽ തകരുന്നു. പഴയ ഭരണത്തിൽ ഉണ്ടായിരുന്ന നിയമങ്ങൾ വിപ്ലവത്തോടെ ഇല്ലാതായി. സഭയുടെ കൈവശം ഉണ്ടായിരുന്ന ഭൂമി ഇടത്തക്കാരുടെ കൈവശമായി. പ്രഭുക്കളുടെ ഭൂമി കണ്ടുകെട്ടുകയും എല്ലാത്തരം ആനുകൂല്യവും നിർത്തലാക്കുകയും ചെയ്തു. അളവ് തൂക്ക സമ്പ്രദായം അല്ലെങ്കിൽ മെട്രിക് സമ്പ്രദായം നടപ്പിലാക്കിയതോടെ അളവ് തൂക്കത്തിലെ കൃത്യതയില്ലായ്മ അവസാനിച്ചു. ആധുനിക ദേശീയത എന്ന ആശയം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഫ്രാൻസിൽ നിന്നാണ്. ഒരു രാജ്യത്തിന് നിലനിൽപ്പിന്റെ രാജ്യത്തിലൂടെയല്ലാതെ ദേശീയ സ്വഭാവത്തിലൂടെ പ്രകടമാക്കാൻ തുടങ്ങിയത് ഫ്രഞ്ച് വിപ്ലവം മുതലാണ്. രാഷ്ട്രം എന്ന സങ്കല്പം ഇതിന്റെ പൂർണ്ണത അർത്ഥത്തിൽ നിലവിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം രാഷ്ട്രം എന്ന സങ്കല്പവും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം വന്നതാണ്. ഫ്രാൻസ് എന്നത് ഒരു ഭൂപ്രദേശം മാത്രമല്ല, ഫ്രഞ്ച് ജനത ഒന്നാകി എന്ന ആശയം ഇതോടെ പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നെയാണ് ജനാധിപത്യ ഭരണം എന്ന്. രാഷ്ട്രം എന്ന സങ്കല്പം ആധുനിക ദേശീയതയ്ക്ക് രൂപം നൽകി. അതുപോലെ ജനാധിപത്യ ഭരണക്രമത്തിനും ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊക്കെ ജനങ്ങളുടെ പരമാധികാരം എന്ന റൂസ്യോയുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ജനായത്ത ഭരണത്തിന് അടിത്തറയിട്ടതും. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് 19-20 നൂറ്റാണ്ടുകളിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും നടന്ന ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളും ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് ഓൾറെഡി അറിയാം 18-ാം നൂറ്റാണ്ടിലാണ്. അതിനുശേഷം നടന്നിട്ടുള്ള ഏഷ്യ, ആഫ്രിക്കയിലൊക്കെ നടന്നിട്ടുള്ള ദേശീയ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നെപ്പോളിയൻ. നമ്മൾ പറഞ്ഞു അല്ലേ, ദേശീയ സഭ വരുന്നു, ദേശീയ കൺവെൻഷൻ വരുന്നു, പുതിയ ഭരണഘടനയായിട്ടുള്ള വീണ്ടും വരുന്നു ഡയറക്ടറി. പക്ഷേ ഇതെന്താണ് വ്യക്തമായിട്ട് നല്ല ഭരണഘടനയോ ഭരണം നിലനിർത്തി പോന്നിരുന്നില്ല.
അതിനുശേഷം നെപ്പോളിയൻ വരുന്നു. ഫ്രാൻസിന്റെ കിരീടം അഴുക്കുചാലിൽ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അത് വാളുകൊണ്ടെടുത്ത് വൃത്തിയാക്കി എൻ്റെ തലയിൽ തന്നെ വെച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നെപ്പോളിയൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത്. ഓക്കെ, അദ്ദേഹത്തിന് എന്താണ് ആ കിരീടം അഴുക്കുചാലിൽ നിന്ന് കിട്ടുന്നു. ശേഷം ഞാൻ അതെൻ്റെ വാളുകൊണ്ടെടുത്തിട്ട് എൻ്റെ തലയിൽ തന്നെ വെച്ചു, വൃത്തിയാക്കിയിട്ട് തലയിൽ തന്നെ വെച്ചു എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. ഫ്രാൻസ് നിലയിലിരുന്ന ഡയറക്ടറിയെ പുറത്താക്കിയിട്ടാണ് അദ്ദേഹം വന്നത്. ഓക്കെ, നെപ്പോളിയൻ്റെ ഈ വാക്കുകളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമെന്ന് നോക്കാമല്ലോ. അധികാരം പിടിച്ചെടുത്തതിനുമായിട്ടാണ് നെപ്പോളിയൻ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ഫ്രഞ്ച് സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറലായിരുന്നു നെപ്പോളിയൻ. ഡയറക്ടറിക്ക് പകരം 3 കോൺസൽമാർ അടങ്ങുന്ന ഒരു പുതിയ ഭരണഘടന നെപ്പോളിയൻ സ്ഥാപിച്ചു. ഇതിൻ്റെ 1ാം കോൺസൽ നെപ്പോളിയൻ തന്നെയായിരുന്നു. താമസിയാതെ നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയായിട്ട് സ്വയം അധികാരം ഏറ്റെടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണം ഡയറക്ടറിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഭരണം കൈയടക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറയാൻ നോക്കാം. നിയമപരിഷ്കാരങ്ങൾ. നെപ്പോളിയൻ്റെ നിയമസംഹിത ഫ്യൂഡൽ നിയമങ്ങൾ അവസാനിപ്പിക്കുകയും സമത്വം മതസ്വാതന്ത്ര്യം അംഗീകരിക്കുകയും ചെയ്ത നെപ്പോളിയൻ്റെ നിയമങ്ങൾ. ഓക്കെ, കൺകോർഡേറ്റ് നെപ്പോളിയനും പോപ്പും തമ്മിലുണ്ടാക്കിയ കരാറാണ് കൺകോർഡേറ്റ്. പോപ്പുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം കത്തോലിക്ക സഭയുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പുനഃസ്ഥാപിച്ചു. മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് എന്താണ് ഈ സ്വാതന്ത്ര്യം അനുവദിച്ചു. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നോക്കാം. വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ലീയസ് എന്ന പേരിൽ സർക്കാർ നിയന്ത്രണങ്ങൾ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. സർക്കാർ സർവീസിലേക്കും സൈന്യത്തിലേക്കും ആവശ്യമുള്ള വിദ്യാസമ്പന്നരെ സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് എന്ന പേരിൽ ഒരു വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റി എന്നാണ് ആരംഭിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് ആരംഭിച്ചത് നെപ്പോളിയനാണ്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ. ബാങ്ക് ഓഫ് ഫ്രാൻസും സ്ഥാപിച്ചു. ഏകീകൃത കറൻസി കൊണ്ടുവന്നു. സൈനിക പരിഷ്കാരങ്ങൾ. സൈന്യത്തെ പല ബറ്റാലിയനുകളായിട്ട് പുനഃസംഘടിപ്പിച്ചു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നതാണ് ലിയേസ് എന്ന് പറഞ്ഞിട്ടുള്ള വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു അല്ലേ. പേരിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമല്ല, വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് ലിയേസ്. ഓക്കെ, അത് നമ്മുടെ നെപ്പോളിയൻ ആയിരുന്നു. ദെൻ കൺകോർഡറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ധാരണ അല്ലെ, കരാറ് നെപ്പോളിയനും പോപ്പും തമ്മിലുള്ളതായിരുന്നു. ദെൻ എന്താണ് വിദ്യാഭ്യാസം. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചതും നെപ്പോളിയൻ്റെ കാലത്തായിരുന്നു. ഫ്രാൻസിന്റെ ശത്രുക്കളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ നെപ്പോളിയൻ നിരവധി യുദ്ധങ്ങൾ നടത്തി. പ്രഷ്യ, ഓസ്ട്രിയ തുടങ്ങിയ രാജ്യങ്ങൾ അദ്ദേഹം യുദ്ധത്തിൽ കീഴടക്കി. നെപ്പോളിയന്റെ മുഖ്യ ശത്രു ബ്രിട്ടനായിരുന്നു. മികച്ചൊരു നാവിക ശക്തിയായിരുന്നു. ബ്രിട്ടനെ നേരിട്ട് കീഴടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇതിനെന്താണ് ഇതിനായി നെപ്പോളിയൻ ബ്രിട്ടനെ സാമ്പത്തികമായി തകർക്കാനുള്ള പദ്ധതികളാണ് പിന്നീട് ആവിഷ്കരിച്ചത്. ഓക്കെ, ബ്രിട്ടനെ നേരിട്ട് കീഴടക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചില്ല. കാരണം ഭയങ്കര നാവിക ശക്തി ഇവർക്കുണ്ടായിരുന്നു ബ്രിട്ടൻകാർക്ക്. സോ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് തകർക്കാനായിട്ട് ശ്രദ്ധിച്ചു. ഇതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് കോണ്ടിനെന്റൽ വ്യവസ്ഥ. ഓക്കെ, കോണ്ടിനെന്റൽ വ്യവസ്ഥ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പം നെപ്പോളിയൻ്റെ ഒരു ഏരിയ വരുമ്പോൾ കുറച്ചധികം നമുക്ക് നോക്കാനുണ്ട്. കോണ്ടിനെന്റൽ വ്യവസ്ഥ എന്തായിരുന്നു? ബ്രിട്ടനെ സാമ്പത്തികമായിട്ട് തകർക്കുക. ഇത് പ്രകാരം ഫ്രാൻസിന്റെ അതിഥിയിലുള്ള ഫ്രാൻസുമായി സൗത്തിലായിട്ടുള്ള എല്ലാ രാജ്യങ്ങളും ബ്രിട്ടനുമായുള്ള വ്യാപാരത്തിൽ നിന്നും വിലക്കി. ഇതിൽ പൂർണ്ണ വിജയം കൈവരിക്കാൻ നെപ്പോളിയന് കഴിഞ്ഞില്ല. മാത്രമല്ല ബ്രിട്ടനുമായിട്ടുള്ള തുടർച്ചയായ യുദ്ധങ്ങളിൽ ഇത് നയിച്ചു. 1815 വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ ബ്രിട്ടനുമായിട്ട് പരാജയപ്പെടുന്നു. എന്താണ് 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ ബ്രിട്ടൻ നെപ്പോളിയന് മേൽ അന്തിമ വിജയം നേടുകയാണ് ഉണ്ടായത്. അപ്പോൾ പിന്നീട് അങ്ങനെ നമ്മളുടെ നെപ്പോളിയനിലെ സെൻറ്റ് ഹെലേന ദ്വീപിലേക്കൊക്കെ കടത്തിയിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ടർലൂ യുദ്ധത്തിൽ അദ്ദേഹം തോൽക്കുകയാണ് ചെയ്യുന്നത്. ശേഷം യൂറോപ്പിൻ്റെ ഭൂപടം മാറ്റി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. 1815 ഓസ്ട്രേലിയ വിയനയിൽ യോഗം ചേർന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? മെറ്റേണിച്ചിൻ്റെ നേതൃത്വത്തിൽ യൂറോപ്പിൻ്റെ ഭൂപടം അങ്ങനെയായിട്ട് മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. മെറ്റേണിച്ച്. വിയന്ന സമ്മേളനത്തിൽ പ്രധാന തീരുമാനങ്ങൾ എന്താണെന്ന് നോക്കാം. യൂറോപ്പിൻ്റെ രാജ്യങ്ങളിൽ ഫ്രഞ്ച് വിപ്ലവത്തിൽ മുമ്പുള്ള രാജഭരണം വീണ്ടും പുനഃസ്ഥാപിച്ചു ഓൾറെഡി. ഓക്കെ, ഫ്രാൻസിൽ ബൂർബൻ രാജവംശം ഭരണം വീണ്ടും സ്ഥാപിച്ചു. ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വം റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിൽ ആധിപത്യം അംഗീകരിക്കുക. ബ്രിട്ടൻ്റെ നാവിക മേധാവിത്വം റഷ്യയുടെ കിഴക്കൻ യൂറോപ്പിലെ ആധിപത്യം അംഗീകരിക്കുക. മധ്യ യൂറോപ്പിൽ ഓസ്ട്രിയയുടെ മേധാവിത്വം അംഗീകരിക്കുക. അപ്പോൾ കുറേ മാറ്റങ്ങൾ എല്ലാം എന്തായി? പഴയ പോലെ തന്നെ വീണ്ടും ആയി അവിടെ. ഇനി സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്താണെന്ന് നോക്കാം. ട്രീ ഓഫ് ലിബർട്ടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു അലങ്കാരിക പ്രയോഗമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മരം എന്നത്. ഫ്രാൻസിൽ ഇത് അക്ഷരാർത്ഥത്തിൽ പ്രയോഗമാക്കി. ഫ്രഞ്ച് വിപ്ലവകാലത്ത് പൊതുയിടങ്ങളിലൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ജനങ്ങളൊക്കെ
മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. പിന്നെന്താണ് ഫ്രീജിയൻ തൊപ്പികളും എന്താണ് തൂക്കുകയും ചെയ്തിരുന്നു അല്ലേ. മോചനത്തെ എന്താണ് പ്രതീകമായി മരങ്ങൾ നട്ടുപിടിക്കുകയും അവയിൽ മോചനത്തിന്റെ പ്രതീകമായിട്ട് കരുതപ്പെട്ടു പോരുന്ന ചുവന്ന ഫ്രീജിയൻ തൊപ്പികൾ എന്താണ് തൂക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുമായി നിരന്തരം സംഘർഷത്തിലേർപ്പെടുന്ന മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും തലസ്ഥാനമായിട്ട് ശ്രീരംഗപട്ടണത്തിൽ എന്ത് ചെയ്തിരുന്നത്, അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സമരം നട്ടുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടലിലൂടെ ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവാശങ്ങളുടെ തന്റെ ആഭിമുഖ്യം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് എന്താണ് ബ്രിട്ടൻ ടിപ്പുവിനെതിരായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ചാപ്റ്റർ കഴിഞ്ഞു. ആധുനിക ലോക ചരിത്രത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രാൻസിലെ സാധാരണക്കാരും മധ്യവർഗവും ചേർന്ന് തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾക്കായി നടത്തിയ മുന്നേറ്റമായിരുന്നു ഇത്. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങൾ പിൽക്കാലത്ത് ലോകം മുഴുവൻ സ്വാധീനിക്കുകയുണ്ടായി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണിത്. നമുക്ക് നെപ്പോളിയനെ കുറിച്ച് പഠിക്കാനാണെങ്കിലും റോബസ്പിയറുടെ ഭീകരവാദി സെപ്റ്റംബർ കൂട്ടക്കൊലയോടൊക്കെ പറയാനാണെങ്കിലും അത്യാവശ്യം അധികം പഠിക്കാനുണ്ട് ഇതിൽ. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഭരണസമിതികൾ 3 തരത്തിൽ വരുന്നുണ്ടെന്നും ചിന്തകന്മാരുടെ കാര്യങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള എസ്റ്റേറ്റുകളാണെന്നും പാർലമെൻറ്റിനെ വീണ്ടും എസ്റ്റേറ്റാക്കി തിരിച്ചതും കുറേ ആൾക്കാരുടെ വാക്കുകളും ഒക്കെ നമ്മൾ എന്താണ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു.